ഇലക്ട്രോണുകൾ ഇണകളായിട്ട് സ്ഥിതി ചെയ്യവേ അതിൽ ഒന്നോ അധികമോ എണ്ണത്തിന്റെ ഇണകൾ നഷ്ടപ്പെട്ടാൽ അത് ഒരു ഫ്രീ റാഡിക്കളാണ്, സ്വതന്ത്ര കണികൾ. ഈ സ്വതന്ത്ര കണികൾ എന്ന് പറഞ്ഞാൽ അതിഭീകരമായ വസ്തുക്കളാണ്. നമ്മൾ ഒരുപാട് രീതിയിലുള്ള ഭീകരരെ കേട്ടിട്ടുണ്ട്. അവയേക്കാളൊക്കെ കൂടുതൽ ഭീകരത്വം ശരീരത്തിൽ ചെയ്യുന്ന വസ്തുക്കളാണ് ഈ ഫ്രീ റാഡിക്കൽ. ഈ ഫ്രീ റാഡിക്കലില് കൂടുതലും മനുഷ്യനിർമ്മിതമാണ്. ദൈവവും ഫ്രീ റാഡിക്കലിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂര്യൻ ഒരു ഫ്രീ റാഡിക്കലാണ്. സൂര്യകിരണങ്ങൾ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കും. നമ്മൾ കൂടുതൽ നേരം അല്ലെങ്കിൽ കൂടുതൽ സമയത്തൊക്കെ സൂര്യപ്രകാശത്തിൽ നിൽക്കേണ്ടി വന്നാൽ നമുക്ക് ആ സൂര്യപ്രകാശവും നമുക്കൊരു ഫ്രീ റാഡിക്കലായിട്ട് പ്രവർത്തിക്കാം. പക്ഷേ ദൈവം സൃഷ്ടിച്ച ഫ്രീ റാഡിക്കലുകൾ വളരെ കുറവാണ്. മനുഷ്യൻ സൃഷ്ടിക്കുന്ന പുതുതായിട്ട് നിർമ്മിക്കുന്ന ഒട്ടെല്ലാ വസ്തുക്കളും ഫ്രീ റാഡിക്കലാണ്. ഇപ്പൊ ദൈവം വളരെ കുറച്ച് ഫ്രീ റാഡിക്കല് നിർമ്മിച്ചപ്പോൾ മനുഷ്യന്റെ സൃഷ്ടിയിൽ ഏറിയ പങ്കും ഫ്രീ റാഡിക്കലാണ്. ഈ ഫ്രീ റാഡിക്കലുകളാണ് നമുക്ക് രോഗമുണ്ടാക്കാൻ കാരണം. പണ്ട് കാലത്ത് നമ്മൾ പറയാം നമുക്ക് ചില രോഗങ്ങൾ, ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് അറിഞ്ഞുകൂടാ, അതുപോലെ പല രോഗങ്ങളും, വൃക്ക രോഗങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പൊ നമുക്കല്ല, നമുക്ക് ഏത് രോഗവും എങ്ങനെ ഉണ്ടാകുന്നു എന്നറിയാം. രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഫ്രീ റാഡിക്കലുകളാണ്. ഈ ഫ്രീ റാഡിക്കലുകൾ നല്ല പങ്കും മനുഷ്യനിർമ്മിതിയാണ്. ഇപ്പൊ നമുക്ക് രോഗമുണ്ടാകാൻ കാരണം മനുഷ്യന്റെ തന്നെ സൃഷ്ടികളാണ്. അപ്പൊ അതാണ് ഫ്രീ റാഡിക്കലുകൾ. ഇപ്പൊ നമ്മൾ പ്രായമാകുമ്പോൾ നമുക്ക് ജര വരുന്നു, നര വരുന്നു, നമ്മുടെ രക്തക്കുഴലുകൾക്ക് കട്ടിപിടിച്ച് അതിറോസ്ക്ലറോസിസ് വരുന്നു, കാറ്ററാക്ട് വരുന്നു, തിമിരം വരുന്നു, ക്യാൻസർ വരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെല്ലാം കാരണം ഫ്രീ റാഡിക്കലുകളാണ്. പുക ഒരു നല്ല ഉദാഹരണമാണ്. പുക ഒരു ഫ്രീ റാഡിക്കലാണ്. പണ്ട് കാലത്ത് നമ്മൾ പറയും സിഗരറ്റ് വലിച്ചാൽ സിഗരറ്റ് വലിക്കുന്നയാൾക്ക് ശ്വാസകോശത്തിൽ ക്യാൻസർ വരും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പുക വലിക്കുന്ന ആളിൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വരും. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? ഒരാൾ പുക വലിച്ചാൽ അയാളുടെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിന് വരെ ക്യാൻസർ വരും. അപ്പൊ അതിന് കാരണം പുകയിലെ ഫ്രീ റാഡിക്കലുകൾ. നമ്മുടെ അമ്മമാരും സഹോദരിമാരും ശ്രദ്ധിക്കേണ്ട സംഗതി, നമ്മൾ ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കിയാൽ, നമ്മൾ ആദ്യം ഉപ്പേരി വറക്കും, ആ ഉപ്പേരി വറക്കുന്ന എണ്ണ ബാക്കി വെച്ചിട്ട് നമ്മൾ പിന്നീട് പപ്പടം കാച്ചും, അതിൻ്റെ ബാക്കി വരുന്ന പിന്നീട് എടുത്ത് കടുക് വറക്കും. അങ്ങനെയല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ, എവിടെയാണോന്ന് എനിക്കറിഞ്ഞു. അപ്പൊ നമ്മൾ എണ്ണ ചൂടാക്കും തോറും, വീണ്ടും വീണ്ടും ചൂടാക്കും തോറും ഇതില് ഫ്രീ റാഡിക്കൽ വരും. നമ്മൾ പൊതുവെ പറയുന്നത് ഫാസ്റ്റ് ഫുഡുകൾ ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാക്കുന്ന. ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും വിചാരിക്കും ഇത് ടൗണുകളില് അല്ലെങ്കിൽ വഴിയോരങ്ങളില് കിട്ടുന്ന ഫാസ്റ്റ് ഫുഡാണ്. അതല്ല. നമുക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടപ്പോൾ, കുട്ടികളൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോൾ, അയൽക്കാർ പല വസ്തുക്കളും വാങ്ങാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലും ഫ്രിഡ്ജ് ഉണ്ടായേ മതിയാകുമെന്ന് വന്നു, ഇല്ലേ? ഫ്രിഡ്ജ് ഇല്ലാത്ത വീടുകൾ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ആരും എഴുന്നേക്കത്തില്ല, വളരെ മോശമാണ്. ഫ്രിഡ്ജ് ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷം നമുക്ക് ആഹാരത്തിൽ ഫ്രീ റാഡിക്കലുകളെ തരുന്നു എന്നുള്ളതാണ്.